തലവേദന വരുമ്പോൾ ഉടനെ തന്നെ ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഒരു കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം, വേദന സംഹാരികൾ ഒരു സ്ഥിരം പരിഹാരമല്ല. വല്ലപ്പോഴുമൊക്കെ വരുന്ന ഒരു മൈഗ്രെയിൻ കുറയ്ക്കാൻ പെയിൻ കില്ലർ സഹായിച്ചേക്കാം. എന്നാൽ ഇത് സ്ഥിരം ഉപയോഗിച്ചാൽ തലവേദന വീണ്ടും കൂടാനാണ് സാധ്യത. ഇതിനെയാണ് മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ വേദന താൽക്കാലികമായി മാറുമെങ്കിലും മൈഗ്രെയിൻ്റെ യഥാർത്ഥ കാരണത്തെ ഇവ ചികിത്സിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും? കാലക്രമേണ തലവേദനയുടെ ആവർത്തി കൂടുകയും തലവേദന നിയന്ത്രിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യും. മാസത്തിൽ 4 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിലോ സ്ഥിരമായി പെയിൻ കില്ലർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലോ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ഇതിനുള്ള പ്രതിരോധ ചികിത്സകളെ പറ്റി, അതായത് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കണം. കൃത്യമായ ജീവിത രീതി മാറ്റങ്ങൾ, തലവേദന കൂട്ടുന്ന കാരണങ്ങൾ അതായത് ട്രിഗേഴ്സ്, അതിനെ തിരിച്ചറിയുന്നതും പിന്നെ കൃത്യമായ ചികിത്സയിലൂടെ മൈഗ്രെയിൻ വരുന്നതിൻ്റെ അളവും തീവ്രതയും വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഹോമിയോപ്പതിയിൽ നമുക്കിതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താനായാൽ നമുക്കിത് പൂർണ്ണമായി ഭേദമാക്കാനും സാധിക്കും. അതുകൊണ്ട് ഓർക്കുക, വേദന സംഹാരികൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് മാത്രമുള്ളതാണ്, അല്ലാതെ അതൊരു ശാശ്വതമായൊരു പരിഹാരമല്ല. വേദനയെ മാത്രമല്ല, മൈഗ്രെയിനെ ശരിയായി ചികിത്സിക്കും. ഇതുപോലുള്ള കൂടുതൽ സയൻറ്റിഫിക് ടിപ്പുകൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.